ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശരത്തിനെ ഹോസ്പിറ്റലാക്കിയ കാര്യം രേവതി വിളിച്ചിട്ട് സച്ചിയുടെ അടുത്ത് പറയാണ്. പക്ഷെ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. കാരണം ഇങ്ങനൊരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി സച്ചി വരും എന്നുള്ള ഒരു രീതിയിലാണ് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം രേവതി നേരെ ശരത്തിന്റെയും അമ്മയുടെയും ദേവുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ കേട്ടോ ലക്ഷ്മി. കാര്യം പറഞ്ഞു. എന്താ സച്ചി വന്നോണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, സച്ചിയേട്ടൻ എവിടെയോ ദൂരെ ട്രിപ്പിന് പോയിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. സച്ചി പതുക്കെ വന്നോട്ടെ, അവനറിയില്ലല്ലോ ഇവൻ ഇങ്ങനെ കയ്യിൽ അടിപെട്ട് കിടക്കൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സാരമില്ല, അവൻ സമാധാനപരമായിട്ട് വരട്ടെ എന്ന് പറയാണേ. തുടർന്ന് നമ്മുടെ ദേവും ചോദിക്കുന്നുണ്ട്, ചേച്ചി സച്ചേട്ടൻ രാത്രി ആകുമ്പോഴേക്ക് വരുമോ എന്നുള്ള കാര്യം. ലേറ്റ് ആവുന്ന പറഞ്ഞത്, എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ആകെ ടെൻഷനിലാണ്. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, ഡോക്ടർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും ദേവു, ഇവ മാത്രമല്ലല്ലോ അമ്മ ഇവിടെ പരിക്ക് പറ്റിയിട്ട് വന്നിട്ടുണ്ടാവുക, ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, ഡോക്ടർക്ക് എല്ലാവരും കാണണ്ടേ. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവൻ എന്താ കഴിക്കാൻ കൊടുക്കണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞോ എന്ന്. നീര് പോകുന്നത് വരെ കഞ്ഞി മാത്രം കൊടുത്താൽ മതി, ഉപ്പൊന്നും കൂടുതലായിട്ട് കൊടുക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മേ ഞാൻ വീട്ടിൽ പോയിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോഴേക്കും വേണ്ട, എന്തായാലും ഡോക്ടർ ഇന്ന് വിടുന്നുള്ള കാര്യം തോന്നുന്നില്ല, ഇവിടെ അഡ്മിഷൻ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഇവനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ദേവു വരണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് വേണ്ട, നീ ഇവിടെ ചേച്ചിയുടെ കൂടെ നിന്നോ എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ ലക്ഷ്മി പോവാണേ. രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി സച്ചിയേട്ടൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. വേറെന്ത് പറയാനാ? അല്ല, സച്ചിയേട്ടൻ വരാത്തത് എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതിലെ പറഞ്ഞത് ട്രിപ്പിന് പോയതാണ് എന്നുള്ള കാര്യം. വരാൻ പറ്റുന്നതിൽ വിഷമം പറഞ്ഞു, എന്തായാലും ഉടനെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് രേവതി പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ രേവതി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, രേവതി ഞാനിപ്പോൾ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, എങ്ങനെയുണ്ട് ശരത്തിന് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവൻ ബൈക്കിന് മേലിൽ നിന്ന് വീണതാണ് അച്ഛാ, ഷോൾഡറിനും കാലിനൊക്കെ നല്ല വേദന ഉണ്ടെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, സ്കാനൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ. അപ്പോഴേക്കും ചന്ദ്രമതി ഇത് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ അനിയന് ബൈക്കില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവന്റെ ഫ്രണ്ടിന്റെ ബൈക്കാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സുധി, ഫ്രണ്ടിന്റെ ബൈക്കാണോ അതോ മോഷ്ടിച്ച ബൈക്കാണോ എന്നുള്ള കാര്യം സുധി ചോദിക്കുന്നുണ്ട്. നിന്റെ അമ്മ വായടക്കി കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നീ അങ്ങ് തുടങ്ങിക്കോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി പറയുമ്പോൾ അവൻ പറഞ്ഞതിൽ ഒരു തെറ്റൊന്നുമില്ലല്ലോ, അവൻ ഓൾറെഡി ഒരു ബൈക്ക് മോഷ്ടിച്ചതല്ലേ. ഇപ്പോഴും ചിലപ്പം ബൈക്ക് മോഷ്ടിച്ചിട്ട് പോലീസിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടിയ സമയത്ത് വീണത് എന്തെങ്കിലും ആയിരിക്കും. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല അമ്മേ, അവൻ നന്നായിട്ട് ഇപ്പൊ പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈമായിട്ട് ജോലിക്കും പോകുന്നുണ്ട്, അവൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, അത്രേ ഉള്ളൂ. തുടർന്ന് രവി പറയുന്നുണ്ട്, ചന്ദ്രേ ഒരാൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഏതാന്നുള്ള കാര്യം അന്വേഷിക്കണം, അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ വായ മൊഴിയുടെ ചുമ്മാ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇരിക്കട്ടെ, എന്തായാലും ഹോസ്പിറ്റൽ ചെലവിന് പണം ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി വീഴുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. കല്യാണത്തിന്റെ ചെലവ് തന്നെ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഇനി ഇതിന് നിങ്ങൾ പണം കൊടുക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്ര ചോദിക്കുമ്പോൾ, നീ അവിടെ കാപ്പി കുടിച്ചോണ്ടിരിക്കല്ലേ ചെയ്തത്, നീ അത് പോയി ചെയ്യാൻ നോക്ക്, പോവാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നാട്ടുകയാണ് കേട്ടോ. രവി പണമൊന്നും വേണ്ട അച്ഛാ എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും സുധി അവിടെ നിന്ന് പറയുന്നുണ്ട്, അതിനിപ്പോ രേവതി കട വെച്ചിട്ടില്ലേ, പോരാത്തതിനാണെന്നുണ്ടെങ്കിൽ അവൻ പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ടല്ലോ, അപ്പൊ പണത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം സുധി പറയുന്നത് കേൾക്കുമ്പോൾ, നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളൂ എന്നുള്ള കാര്യം പറയണേ. അങ്ങനെ സുധിയും വായടക്കുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ രേവതി, ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡോക്ടർ ഇതുവരെ കൃത്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ പഠിക്കുന്ന പയ്യനാണ്, എക്സാം ഉണ്ടെന്നാണ് പറഞ്ഞത്, എല്ലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പഠിപ്പ് എന്താവും എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴേ പേടിയാവുന്നുണ്ട് അച്ഛന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കരയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല രേവതി, നീ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ രേവതിന്റെ അടുത്ത് നമ്മുടെ രവി പറയാണ്. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വർഷ നേരെ പോയിട്ട് കോഫി ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത്. ഇതാ വർഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുകയാണ്. ശ്രീകാന്ത് നേരെ വന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ശരത്തിന് എന്തോ ആക്സിഡന്റ് പറ്റിയെന്നുള്ള കാര്യം പറഞ്ഞല്ലോ, എന്തായി? അവന് സ്കാനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്, എന്താ ഏതാന്നുള്ള കാര്യം അറിയില്ല. അപ്പോഴാണ് നമ്മുടെ സച്ചി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ട്രിപ്പ് കഴിഞ്ഞിട്ട് രാത്രി വരുള്ളൂ എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, എന്നിട്ട് നേരത്തെ വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നാ സച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടതല്ലേ, എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്താ ഹോസ്പിറ്റലിലേക്ക് വരാത്തത്? അങ്ങനെ രേവതി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പൊ നീ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ, ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാ എന്നുള്ള കാര്യം. എന്താ ഏതാ ചോദിക്കുന്നതിന് മുമ്പ് നീ അങ്ങ് അകത്തേക്ക് പോവുകയും ചെയ്തു.
അച്ഛാ ജോലി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയണേ. ഒരു ട്രിപ്പിന് പോയില്ല എന്ന് വെച്ചിട്ട് എന്താ പ്രശ്നം എന്നുള്ള കാര്യം ദേഷ്യത്തോടു കൂടി രേവതി ചോദിക്കുമ്പോൾ നീ എന്തിനാ ചൂടാവുന്നതെന്ന് ചോദിക്കണേ സച്ചി. ഹോസ്പിറ്റലിൽ ശരത്തിന് വയ്യാണ്ട് കിടക്കുക എന്നുള്ള കാര്യം കേട്ടപ്പോൾ ഒരു അക്ഷരം പോലും നിങ്ങൾ എൻ്റെ അടുത്ത് എന്താ ഏതാന്നുള്ള കാര്യം ചോദിച്ചില്ല. ഇത് കേൾക്കുമ്പോൾ സച്ചി ഞാനെന്താ ഡോക്ടറാണോ എന്താ ഏതാന്നുള്ള കാര്യം കേൾക്കാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങളെ കാറിൽ ഡെയിലി വരുന്ന ഒരാൾക്ക് കാലിന് എന്തോ അടിപെട്ടിട്ട് കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കിയില്ലേ? എൻ്റെ അനിയനെ ബൈക്കിൽ നിന്ന് താഴെ വീണിട്ട് കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവിടേക്ക് നിങ്ങളൊന്ന് വന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് സച്ചി നീ അങ്ങനെ പോയി കാണാതിരിക്കില്ലല്ലോ, എന്താ നിനക്ക് പറ്റിയത്, എന്താ പോയി കാണാണ്ടിരുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛാ പ്രധാനപ്പെട്ട ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാണേ. ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നീ പോകേണ്ടതായിരുന്നല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ അടുത്ത് സ്തുതി ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ രേവതിയുടെ എന്തെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് കേട്ട അപ്പൊ ഓടി പോകേണ്ടതാണല്ലോ, ഇപ്പൊ അവൻ എന്ത് പറ്റി? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് ചന്ദ്ര. എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ എങ്ങനെ പറയാൻ കേട്ടോ, ഇവര് പറയുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. തുടർന്ന് രേവതി പറയുന്നുണ്ട് വീടിന്റെ അടുത്തുള്ള ചേച്ചി വരെ എന്താ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് പോയി, പക്ഷെ അത്ര പോലും സച്ചിയേട്ടന് വരില്ല അല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്താ കാര്യമുള്ളത്? ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ ഒരാൾ തൊട്ട ഉടനെ നടക്കാത്ത ആള് എണീറ്റിട്ട് പോകുന്നത്, അതുപോലെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. തുടർന്ന് രേവതി പറയുന്നുണ്ട് കണ്ടില്ല അച്ഛ സച്ചേട്ടൻ എങ്ങനെ പറയുന്നതെന്ന്. എന്താണ് സച്ചി നിനക്ക് പറ്റിയത്? മൂന്നാമതൊരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നീ നടുരാത്രി ആണെങ്കിലും എണീറ്റ് ഓടുമല്ലോ. ഇപ്പൊ പരുക്ക് പറ്റിയിരിക്കുന്നത് നിന്റെ അളിയനാ. പോയി കണ്ടിട്ട് സമാധാനപരമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് വരാൻ അറിയില്ലേ നിനക്ക്? അച്ഛ അവനെന്താ നല്ല രീതിയിൽ പോയിട്ട് പരുക്ക് പറ്റിയതാണോ? അവൻ ചെയ്ത പണിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചൂടാവാണ് കേട്ടോ നമ്മുടെ സച്ചി. പക്ഷെ അതോടുകൂടി നിർത്തുന്നുണ്ട്. പറയടാ പറഞ്ഞാലല്ലേ മനസ്സിലാവുമെന്ന് നമ്മുടെ രവിയും. നന്നായിട്ട് പഠിക്കാൻ പോകേണ്ടവൻ ബൈക്ക് എടുത്ത് നാട് മുഴുവൻ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ. പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാവരും കബളിപ്പിക്കുകയാണ്. അവൻ അങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടോ? അവനിപ്പോ പണ്ടത്തെ പോലെയൊന്നല്ല, നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പോയിട്ട് പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ടെന്ന് രേവതി പറയുമ്പോൾ അവൻ ഒലക്കയാക്കി. അവൻ എന്ത് പണിയാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിർത്തുവാണ് കേട്ടോ. പറയാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷെ പറയാണ്ടിരിക്കുകയാണേ. നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നവൻ എങ്ങനെയാ അവിടെ ഇവിടെയും പോയി വീഴുന്നത്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ എന്താ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? പഠിക്കാൻ പോകുന്ന ആള് വീഴാൻ വേണ്ടി പാടില്ലെന്നുണ്ടോ? നിന്റെ അടുത്ത് ആരെങ്കിലും കേട്ടോ അതിനെക്കുറിച്ച് എന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുകയാണ് സച്ചി. അത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തെ അത് അവരുടെ പേഴ്സണൽ മാറ്ററാണ്, നീ എന്തിനാ ചോദിക്കാൻ വേണ്ടി പോകുന്നത്, വിട്ടേക്ക്. അങ്ങനെ ശ്രീകാന്ത് അവിടുന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വലിയ പഠിപ്പിന് പോകുന്നു. അവൻ എവിടെയാ പോകുന്നത് എന്താ പോകുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. അവനെ അങ്ങനെ തന്നെ അങ്ങ് വിട്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അവൻ പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ജോലിക്കും പോകുന്നുണ്ട്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ ജോലിക്ക് പോകുന്നോ? അതെ ഡാറ്റ എൻട്രി ജോലിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു പേര് പറയുന്നു, എന്ത് ജോലി അവൻ ചെയ്യുന്നെന്നുള്ള കാര്യം പോയി കണ്ടാലല്ലേ അറിയൂ. തുടർന്ന് ശ്രുതി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ആന്റി ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുള്ള പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ പ്രശ്നമുള്ള പോലെയല്ല, പ്രശ്നം തന്നെയാണ്. ഇത് എപ്പം നടക്കും എന്നുള്ള കാര്യമായിരുന്നു ഞാനും നോക്കിക്കൊണ്ടിരുന്നത്. ഇനിയാണ് എന്തെല്ലാം നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് കാണാം. പഴയതുമാതിരി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുവാണ് ചന്ദ്ര. തുടർന്ന് രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങള് എല്ലാത്തിനും മുന്നിലുണ്ടാകുന്ന എന്റെ അമ്മ വിചാരിച്ചു. അമ്മ സച്ചിയേട്ടനെയും മകനെ പോലെ കാണുന്നെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതെ അതുകൊണ്ട് തന്നെയാണ്, അത് ആർക്കും അറിയില്ല. അവൻ എവിടെയാ പോകുന്നത് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കണം. ഒരാളെ അധികമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഓവറായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം കരയാൻ വേണ്ടി പോകുന്നത് ആരാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഓൾറെഡി അവൻ ഒരു ബൈക്ക് മോഷ്ടിച്ചു ഇവിടെ നിന്നിട്ട്, ഇനി എന്തെല്ലാം പണി ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി എന്താ നിങ്ങളുടെ അനിയൻ തീഫാണോ, ബൈക്കെല്ലാം മോഷ്ടിക്കോ? അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷ നീ മിണ്ടാതിരിക്കേ. തുടർന്ന് ചന്ദ്രേ അവനെ എന്താ സംസാരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല, അത് പോരാത്തതിന് നീ ഇടങ്കോലിടുവാണോ? തുടർന്ന് സച്ചിയുടെ അടുത്ത് രവി പറയുന്നുണ്ട് കേട്ടോ സച്ചി നീ ചെയ്തത് തെറ്റാണ്, നീ ചെന്നിട്ട് ശരത്തിനെ കാണണം. നമ്മുടെ കുടുംബത്തിലൊരു പയ്യനല്ലേ, അവന് നമ്മളല്ലേ ഉള്ളൂ. സച്ചിയേട്ടൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 3 പെണ്ണുങ്ങളും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുമായിരുന്നു. സച്ചിയേട്ടൻ വരും എന്നുള്ള കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ പോലും സച്ചിയേട്ടൻ അവനെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുന്ന പോലുമില്ല. തുടർന്ന് രവി പറയുന്നത് അവന് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ വേറെ എവിടെയോ കാണിക്കേണ്ട ദേഷ്യം അവൻ ഇവിടെ വന്ന് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. എടാ സച്ചി നീ രാവിലെ തന്നെ ചെന്നിട്ട് ശരത്തിനെ കാണണം എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛ ട്രിപ്പുണ്ട്. എടാ ട്രിപ്പ് വേറെ വരും, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് നീ തന്നെ അരികെ നിന്ന് നോക്കണം. തലൈവനില്ലാത്തൊരു കുടുംബമാണ്, നീ തുണയായിട്ടിരിക്കണം. നാളെ രാവിലെ തന്നെ നീ ഹോസ്പിറ്റലിലേക്ക് പോകണം, മനസ്സിലായോ? ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ലക്ഷ്മി കുറച്ച് ചായ കൊടുക്കുന്നുണ്ട് ഒരു ശരത്തിന്. ആ സമയത്ത് ദേവ് പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് ചായ കൊടുത്താൽ എങ്ങനെയാ, ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ വെറും കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്, കുറച്ച് ചായ കുടിച്ചോട്ടെ എന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്.
കടയൊക്കെ ഒരു ചേച്ചിയെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഇവരിവിടെ വന്ന് നിൽക്കുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഫോണിൽ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ആ വാർഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ദൈവം ഓർക്കുന്നത്, ഡോക്ടർ ഈ മരുന്നെല്ലാം മേടിച്ച് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കും, ഞാൻ വേഗം പോയി മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദൈവം അവിടെ നിന്ന് പോവാണ്. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം ശരത്ത് അവിടെ ഒറ്റയ്ക്കാവാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. സച്ചിയെ കാണുമ്പോഴേക്കും നമ്മുടെ ശരത്തിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ സച്ചി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് കൈക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോഴേക്കും ശരത്ത് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. എന്താണ് നീ ചെയ്തത് ഒന്നും പോരാഞ്ഞിട്ടാണോ നീ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? കിടന്ന് ചൂടാവുന്നവൻ അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? എന്റെ ഫ്രണ്ടിനെ നിങ്ങളുടെ ഫ്രണ്ട് അടിക്കാൻ വേണ്ടി വന്നു, അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ചത്. പോയിട്ട് അവരെ ചോദിക്കാതെ എന്റെ കൈ പിടിച്ച് വലിച്ചിട്ടു. അത് അവരുടെ പ്രശ്നമാണ്, കാശ് കൊടുക്കുന്നത് വാങ്ങുന്നതൊക്കെ അവര് നോക്കിക്കോളൂ. അങ്ങനെ എന്റെ ഫ്രണ്ടിനെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ശരത്തും, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അടിച്ചതുകൊണ്ടല്ലേ എന്നെ അടിച്ചത്, ഞാൻ അതിനാണ് നിന്നെ അടിച്ചതെന്നാണ് നീ വിചാരിച്ചത്? അതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ അന്വേഷിച്ചിട്ട് വീട്ടിലും കോളേജിലും ഒക്കെ പോയിട്ടാ വന്നത്. 2-3 ദിവസമായിട്ട് നീ കോളേജിൽ പോകുന്നില്ലല്ലോ, പരിസരത്ത് പോലും. വീട്ടിൽ കോളേജിലേക്കാന്ന് പറഞ്ഞും കണ്ട് മൊത്തം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ നീ. അത് മാത്രമല്ല നീ എന്തെല്ലാം കളത്തരങ്ങൾ ഒപ്പിക്കുന്നെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ചുമ്മാ ഫ്രണ്ട്സിന്റെ കൂടെ കോളേജ് കട്ടടിച്ചു, അതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമല്ല. ആരും ചെയ്യാത്ത കാര്യമാണോ ഞാൻ ചെയ്തതെന്നൊക്കെ ശരത്ത്. അപ്പൊ നിനക്ക് മോഷ്ടിക്കുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണല്ലേ? നീ എന്ത് പണിയാണ് ഒപ്പിച്ചിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്ന് സച്ചിയേട്ടൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓരോന്ന് പറയരുത്. ഞാൻ തെറ്റ് മറിച്ചത് അവിടെ ഇരിക്കട്ടെ, നീ എത്ര വലിയ തെറ്റാ മറിച്ചിരിക്കുന്നെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ എന്താ പറയുന്നെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇതുവരെ നിങ്ങളാണ് അടിച്ചതെന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ചേച്ചി ഇതിനെക്കുറിച്ച് അറിഞ്ഞ എന്താകുന്നുള്ള കാര്യം അറിയാമെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ശരത്ത് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാനും നിന്റെ ചേച്ചിയുടെ അടുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞതുകൊണ്ട് നിന്റെ കൈ മാത്രമേ ഒടിച്ചുള്ളൂ. നിന്റെ ചേച്ചിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. അപ്പൊ കൈ മാത്രമല്ല മൊത്തം ചേർത്ത് കെട്ടേണ്ടി വരും. അതിന് മാത്രം ഞാൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം ശരത്ത് ചോദിക്കുമ്പോൾ ഓ നീ ചോദ്യം ചെയ്യാണല്ലേ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്തും കണ്ട് ശരത്തിനെ കാണിച്ചു കൊടുക്കുവാണേ. ഇപ്പൊ മനസ്സിലല്ലേ എന്തിനാ നിന്റെ കൈ ഞാൻ തിരിച്ചു വിട്ടതെന്നുള്ള കാര്യം? മോഷ്ടിക്കാൻ പോയ നിന്റെ ആ കൈ ഉണ്ടല്ലോ, അത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്റെ അമ്മയുടെ അടുത്ത് തന്നെ നിന്റെ പേരിളക്കുവാണോടാ. നിന്റെ ചേച്ചിയുടെ അടുത്ത് ഇതുവരെ ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ അറിഞ്ഞാൽ നിനക്ക് നന്നായിട്ട് അറിയാലോ അവളെ കുറിച്ചിട്ട്. എത്ര നാളായിടാ നീ ഇങ്ങനത്തെ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്? കണ്ട കള്ളന്മാരോടൊപ്പം ചേർന്നിട്ട് നീ മോഷ്ടിക്കാണോടാ? നിന്റെ അമ്മയൊക്കെ ഇതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോരം വിഷമിക്കും. അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നീ നോക്കുന്നത്? കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതില് എന്ത് തെറ്റാ ഉള്ളതെന്നുള്ള കാര്യമാണ് കേട്ടോ ശരത്ത് ഇത് കാണുമ്പോൾ ചോദിക്കുന്നത്. എന്ത് തെറ്റാ ഉള്ളതെന്നോ? ഞാൻ അടിച്ചടി നിന്റെ തലക്കിട്ടാണോ ഇവിടെ കൊണ്ടത്? ബോധമില്ലാതെ സംസാരിക്കുന്നു. നീ മോഷ്ടിച്ചു, അത് തെറ്റല്ലേടാ? അല്ല എന്നുള്ള കാര്യം പറയാണേ. ചുമ്മാ ദേഷ്യപ്പെടാതെ സച്ചേട്ട എന്ന് പറയുമ്പോൾ നീ എന്താണ് ഇത്ര കാഷ്വലായിട്ട് പറയുന്നത്? നിന്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റൂ. ഓൾറെഡി നീ എന്റെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ പേരിലാണ് നിന്റെ അച്ഛൻ ഈ അവസ്ഥയായത്. ആ നല്ല മനുഷ്യൻ പോയത്, ഇപ്പൊ പോരാത്തതിന് ഇതൊക്കെ നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊരു അപമാനമായിരിക്കും. ഞാൻ നേരത്തെ ഇത് പറയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിരുന്നു. എന്നാൽ നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അത്രയും വിശ്വാസമാണ് നിന്റെ മേൽ വെച്ചിരിക്കുന്നത്. അവരെന്നെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നതെന്നാ പറഞ്ഞത്. അവരുടെ മനസ്സ് വിഷമിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സ് വന്നില്ല. രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവള് സന്തോഷമായിട്ട് ഇരിക്കുന്നത്. സ്വന്തമായിട്ട് കടയൊക്കെ വെച്ചിട്ട് നാട്ടിൽ പോയ സമയത്ത് നിന്നെ കുറിച്ചിട്ട് അവൾ എന്തോരം സ്വപ്നങ്ങളാ പറഞ്ഞെന്നുള്ള കാര്യം നിനക്കറിയോ? എന്റെ അനിയനും അനിയത്തിയൊക്കെ പഠിച്ച് നല്ല ആളാവണമെന്നും എന്റെ അനിയൻ എന്റെ കുടുംബം നോക്കൂ എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവൾ സംസാരിച്ചത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് തകർന്നു പോടാ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. അതൊക്കെ ആര് കാരണോടാ? അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാന് മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ എന്ത് തെറ്റെന്നുള്ള കാര്യം ചോദിക്കുന്നു. സച്ചേട്ടൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. അന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം വന്ന സമയത്ത് നിങ്ങളുടെ അമ്മ എന്നെ കള്ളൻ എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങളുടെ ചേട്ടനും ഭാര്യയും കൂടി ചേർന്നിട്ട് എന്നെ അപമാനിച്ചു. ചേട്ടൻ എന്റെ കഴുത്തിൽ ഷട്ടിൽ കയറി പിടിച്ചു. അതെനിക്ക് എത്ര വലിയ അപമാനം എന്നുള്ള കാര്യം അറിയോ? അതിന് മറുപടി കൊടുക്കണം എന്നുള്ള കാര്യം വിചാരിച്ചു, ചെയ്തു. എടാ ഇതൊക്കെ ഒരു കാരണമാണോടാ? ആരെങ്കിലും നിന്നെ കൊലയാളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ പോയിട്ട് അവനെ കൊന്നിട്ട് വരുമോ? എടാ മോഷ്ടിക്കുന്നത് തെറ്റാണെന്നുള്ള പോലും നിനക്കറിയില്ല. ഈ ലോകത്ത് ആരെങ്കിലും എല്ലാവരുടെ ഇടയിൽ നിന്നും ഓരോന്നും മോഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എല്ലാം പണമാണ്. പണം ഉണ്ടെങ്കിൽ മാത്രമേ മര്യാദ ഉണ്ടാവുള്ളൂ. എന്താ നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ള മരുമക്കളുണ്ടല്ലോ, നിങ്ങളുടെ അമ്മ എന്ത് മര്യാദ കൊടുക്കുന്നത്? കാരണം അവര് പണക്കാരാണ്. എന്നാ എന്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വെറും 7-ാം കൂലി. അതുകൊണ്ടല്ലേ ഇത്രയും നാണം കെടുത്തുന്നത്. ഞങ്ങളൊക്കെ വീട്ടിലേക്ക് വന്നാൽ തന്നെ വാതിക്കൽ നിൽക്കുമ്പോഴേക്കും വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഞങ്ങളെയൊക്കെ പുച്ഛത്തോടു കൂടി നോക്കും. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതല്ലടാ പ്രധാനം, നമ്മളെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയണം എന്നുള്ള കാര്യം വിചാരിച്ച് ജീവിക്കരുതടാ. നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്കൊത്ത വിധം നല്ല രീതിയിൽ ജീവിക്കണം. അതാണ് ആവശ്യം എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ നന്നായിട്ടിരിക്കണം. എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണേ. അതിന് നന്നായിട്ട് പഠിക്കടാ. പഠിച്ചിട്ട് വലിയ ആളാവ്. നിനക്ക് വേണ്ടതും നിന്റെ വീട്ടിലേക്ക് വേണ്ടതും എല്ലാം ചെയ്യടാ. ജോലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സച്ചേട്ടനെ പോലെ ഡ്രൈവറോ? നിങ്ങൾ ഈ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് വലിയ ആളാവാൻ വേണ്ടി പറ്റും. നിങ്ങളെ കൊണ്ട് എന്റെ ചേച്ചിക്ക് സ്വർണ്ണം ഒന്നും മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല.
ഇപ്പോഴല്ലേ നിങ്ങളൊരു താലി മേടിച്ചു കൊടുത്തത്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇനി എപ്പോഴാണ് മേടിച്ചു കൊടുക്കുക? ഇനിയും 20 വർഷം എടുക്കുമോ? എടാ 100 വർഷം എടുത്താലും ഞാൻ അധ്വാനിച്ച് നല്ല രീതിയിൽ സമ്പാദിക്കുന്നു. നിന്നെ പോലെ മോഷ്ടിച്ചിട്ട് വേണം ജീവിക്കാനെന്ന് വിചാരിക്കുന്നില്ല. ഇത് നിനക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നില്ലേ? ഇതിലെന്ത് നാണക്കേട്? ഒന്നുമില്ലാതെ പിറന്നത് എന്റെ തെറ്റല്ല, പക്ഷെ ഒന്നുമില്ലാതെ ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്റെ തെറ്റാണ്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കണം, അതിന് ഞാൻ എന്ത് ചെയ്താലും തെറ്റല്ല. നീ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യടാ. നിന്റെ വീട്ടിൽ ഈ കാര്യം അറിഞ്ഞാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ വിരട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സച്ചിയുടെ അടുത്ത് ശരത്ത്. നിങ്ങൾ പോയിട്ട് പറഞ്ഞോളൂ, എനിക്ക് ഒരു ഭയവുമില്ല. എന്താടാ നീ അഹങ്കാരം കാണിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ പണമില്ലാത്തവൻ അഹങ്കാരം കാണിച്ചൂടെ? ഈ വീഡിയോ കാണിച്ചിട്ട് നീ ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയും ഇനി ചെയ്യില്ല എന്നുള്ള രീതി പറയുകയും ചെയ്യുന്നുള്ള കാര്യം വിചാരിച്ചപ്പോൾ നീയാണെന്നുണ്ടെങ്കിൽ ക്രിമിനലിനെ പോലെ സംസാരിക്കുന്നു എന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങളുടെ കാലിൽ വീഴണം. അതിനല്ലേ നിങ്ങൾ എന്റെ കൈ ഉടച്ചത്? നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം എടുത്തതിന് ഇത് ശരിയായിക്കോളും. പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നാട്ടിലിരുന്ന രീതിയിൽ പറയാണ് കേട്ടോ നമ്മുടെ ശരത്തെ, ഞാൻ ഇത്രയും സമാധാനത്തോടു കൂടിയിട്ട് ആരെടുത്തും സംസാരിച്ചിട്ടില്ല. നീ ചെയ്ത തെറ്റ് ഞാൻ ആരെടുത്തും പറയാണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും പോയി പറയൂ, എനിക്ക് ഒരു ഭയവും ഇല്ലാന്ന് ശരത്ത്. നിങ്ങൾ പോയിട്ട് പോലീസിന്റെ അടുത്ത് കാണിച്ചോളൂ, അവർ വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. എന്റെ ഫ്രണ്ട് ആന്റണി ഉണ്ട്, അവൻ എന്നെ വന്ന് പുറത്തിറക്കിക്കോളൂ. പോടാ, അവിടുന്ന് ഒരു ആന്റണി വന്നിരിക്കുന്നു. നിന്റെ കുടുംബത്തേക്കാൾ വലുത് അവനാണോടാ നിനക്ക്? ആ കള്ളം കാരനാടാ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നിർത്തിക്കോ സച്ചേട്ടാ, എന്റെ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടുന്ന സമയത്ത് കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കൈക്കൊരു തട്ട് കൊടുക്കുകയാണ്. ആ കൈ ഞാൻ തല്ലുപിടിക്കും. ചെറിയ പയ്യനാണ്, പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ള കാര്യം വിചാരിച്ചപ്പോ നീ എന്താണ് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത്? നിന്നെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്ന എന്നെ പറയണമെന്ന് പറയുമ്പോൾ എന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടി നിങ്ങൾ ആരാണ്? ആദ്യം നിങ്ങൾ ഇങ്ങനത്തെ അഡ്വൈസ് ചെയ്യുന്ന പണിയുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക്. ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള കാര്യം വിചാരിച്ചിട്ട് മര്യാദയോടുകൂടി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കുകയാണോ? നിങ്ങളാര് പണക്കാരനോ? എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കുടിയെന്ന് വെച്ചുകൊണ്ട് നടക്കുവാണ്. വലിയ മൾട്ടി മില്യണർ അല്ലേ എനിക്ക് വന്നിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്? നിങ്ങളെ സാധാരണ ഒരു ഡ്രൈവറാണ്, 50-നും 100-നും വേണ്ടിയിട്ട് കാർ ഓടിച്ചിട്ട് നടക്കുവാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മര്യാദയില്ല. നിങ്ങളെ പോലെ ഒരു ഭർത്താവിനെ കല്യാണം കഴിച്ചിട്ട് എന്റെ ചേച്ചിയാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ തിരുത്താൻ വേണ്ടി വന്നിരിക്കുന്നു. എന്റെ കൈ ഉടച്ചല്ലോ, അതോടുകൂടി വിട്ടേക്ക്. അല്ലാതെ എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ഒന്ന് തൊന്നാലോന്ന് പറഞ്ഞിട്ട് കൈ ഒങ്ങുമ്പോഴേക്കും സിസ്റ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അതോടുകൂടി സച്ചി നിർത്തുവാണേ. അങ്ങനെ ആകെ കലിപ്പിൽ സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.